അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാ മാന്യ പ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനലിൻ്റെ ആവശ്യകതയെക്കുറിച്ചും എന്താണ് ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് എന്നുകൂടി പറയാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിൻ്റെ അറിവുകൾ പഠിച്ച് മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക എന്നതും ഇസ്ലാമിലെ ഏറ്റവും പുണ്യമുള്ള ഇബാദത്താണ്. ഒരാൾ ഒരു മതം അറിവ് പഠിച്ചു കഴിഞ്ഞാൽ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കണമെന്ന് നമ്മെ ഉത്ബോധിപ്പിക്കുന്ന നിരവധിയായ ഹദീസുകളുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പണ്ട് കാലങ്ങളിലൊക്കെ നമുക്ക് മതപരമായ അറിവ് പഠിക്കാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പരിമിതികൾ നമ്മുടെ മതപരമായ വയല് പോലെയുള്ളവ കേൾക്കുന്നതിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു മതവിജ്ഞാന വേദി എന്ന നിലയിലാണ് ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ആർക്ക് കിട്ടിയാലും അവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള അറിവുകൾ വല്ലതുമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക മുതലായവ ചെയ്താൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന മുഖവുരയോടു കൂടെയാണ് ഞങ്ങൾ വീഡിയോയിലേക്ക് കടക്കുന്നത്. ഈ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കാം. ഫിറൗൻ കുട്ടിയുടെ സംരക്ഷണത്തിന് ഏർപ്പാടുകൾ ചെയ്തതിനെ തുടർന്ന് കുട്ടിക്ക് എന്താണ് പേര് വെക്കേണ്ടതെന്നുള്ള പ്രശ്നം അയാളുടെ മനസ്സിൽ ആവിർഭവിച്ചു. ആസിയ ബീവി പറഞ്ഞു, ഞാൻ ഈ കുട്ടിയെ മരച്ചുവട്ടിലുള്ള വെള്ള സ്ഥലത്ത് വെച്ചാണല്ലോ കണ്ടത്, അതുകൊണ്ട് മോശെ എന്ന് ഇവന് പേരിടാം. കിബിത്തി ഭാഷയിൽ മോ എന്നതിന് വെള്ളമെന്നും ഷേ എന്നതിന് മരമെന്നുമാണ് അർത്ഥം. അങ്ങനെയാണ് മോശെ എന്ന് പേര് വെച്ചത് എന്ന് പറയപ്പെടുന്നു. കിബിത്തി ഭാഷയിൽ ആ പേര് തന്നെ കൊടുക്കാമെന്ന് ഫിറോനും സമ്മതിച്ചു. അങ്ങനെ മോശെ എന്ന അബ്രാനി പദം, അതായത് ഹീബ്രു ഭാഷയെ അറബിയിലേക്ക് എടുത്തപ്പോൾ ഷേകാരത്തിൻ്റെ സ്ഥാനത്ത് സകാരം വന്നു ചേർന്നതിനാൽ അറബിയിൽ മൂസ എന്നായി പേര്. അങ്ങനെയുണ്ട്. ചില ഹീബ്രുവിലും അറബിയിലുള്ള പേരുകൾ നമ്മൾ ഇംഗ്ലീഷിലൊക്കെ മാറ്റുമ്പോൾ നമുക്കറിയാം, ഇബ്രാഹിം അബ്രഹാം ആകുന്നു, ജിബ്രീൽ ഗബ്രിയേൽ ആകുന്നു, മൂസാ നബി കിടന്നിട്ടുണ്ടായിരുന്ന പെട്ടി തുറക്കാൻ ഫിറോവിന് സാധിക്കാതിരുന്ന വസ്തുത മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞല്ലോ. അള്ളാഹുവിൻ്റെ സ്നേഹപാത്രമായ ബാലൻ പെട്ടിയിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവിശ്വാസിയും അക്രമിയുമായ അയാൾക്ക് പെട്ടി തുറക്കാൻ സാധിക്കാതെ പോയത്. പെട്ടി നൈൽ നദിയിൽ ഒഴുക്കിയ സമയം മുതൽക്ക് അദ്ദേഹത്തിൻ്റെ മാതാവ് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു: രക്ഷിതാവേ, ഫിറോൻ എൻ്റെ ശിശുവിനെ കണ്ടെത്തി കൊന്നുകളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നദിയിൽ ഒഴുക്കിയതിൽ പിന്നെ കുട്ടിയുടെ സ്ഥിതി എന്താണെന്ന് ഞാൻ അറിയുന്നില്ല. എൻ്റെ ദുഃഖത്തിന് നീ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കി നൽകണമേ എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന. അപ്പോൾ ഇങ്ങനെ ഒരു അശരീരി വാക്ക് അവരെ സാന്ത്വനപ്പെടുത്തി. കുട്ടിയുടെ കാര്യത്തിൽ വിലപിക്കുന്ന സ്ത്രീയെ, കുട്ടിയെ പുഴയിൽ ഒഴുക്കണമെന്ന വിചാരം നിനക്കുണ്ടാക്കിയത് കുട്ടിയുടെ രക്ഷിതാവായ അള്ളാഹു തന്നെയാണ്. കുട്ടിയെ ഫിറോവിൻ്റെ ദൃഷ്ടിയിൽപ്പെടുത്തുക മാത്രമാണ് രക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. കുട്ടി വാസ്തവത്തിൽ സാക്ഷാൽ അള്ളാഹുവിൻ്റെ രക്ഷയ്ക്ക് കീഴിലാണ് ഇരിക്കുന്നത്. എല്ലാ ആപത്തുകളെയും അവൻ തടുത്തുകൊള്ളുന്നതാണ്. നീ മനസ്സമാധാനത്തോടു കൂടി ഇരുന്നു കൊള്ളണം. ഇങ്ങനെ ഭാവിയിൽ തൻ്റെ കഠിന ശത്രുവായി തീരുന്ന ഫിറോവിൻ്റെ കൊട്ടാരത്തിൽ തന്നെ മൂസാ നബി അലൈഹിസ്സലാം വളരുകയാണ്. അദ്ദേഹത്തിന് പാല് കൊടുത്ത സ്വന്തം ഉമ്മാക്ക് ദിവസം തോറും ഓരോ ദീനാറ് കൂലി കൊടുക്കുന്നതിന് ഫിറോൻ നിർബന്ധിതനായതും അത്ഭുതാവഹമാണല്ലോ. മൂസാ നബി അലൈഹിസ്സലാം രാജോചിതമായ ലാളനയോട് കൂടി തന്നെ കൊട്ടാരത്തിൽ വളരുകയാണ്. മുലകുടി മാറ്റിയതിന് ശേഷം ആസിയ ബീവി ഉചിതമായ സമ്മാനങ്ങളോടുകൂടി മാതാവിനെ ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് വിടുത്തി അവരെ യാത്ര അയച്ചു. ഒരു കഴുതയ്ക്ക് ചുമക്കാൻ മതിയായ സ്വർണ്ണ രത്നങ്ങളും അവർക്ക് സമ്മാനിച്ചിരുന്നുവെന്നാണ് കഥകളിൽ കാണുന്നത്. ദിവസം തോറും കൊട്ടാരത്തിൽ ചെല്ലണമെന്നും
അത് പ്രയാസമാണെങ്കിൽ ആഴ്ചയ്ക്കൊരിക്കൽ തീർച്ചയായും ചെല്ലണമെന്നും കൽപ്പന നൽകിക്കൊണ്ടാണ് ബീവി അവരെ പിരിച്ചയച്ചിരുന്നത്. അത് കാരണം മാതാവിന് കൂടെ കൂടെ സ്വന്തം മകനെ ചെന്ന് കാണാൻ സാധിച്ചിരുന്നു. ഫിറോൻ രാജാവിൻ്റെ കൊട്ടാരത്തിൽ വളർന്ന മൂസാ നബി അലൈഹിസ്സലാമിന് 8 വയസ്സായ കാലത്ത് ഒരിക്കൽ അദ്ദേഹം ഫിറോൻ്റെ അരികെ ഇരിക്കുകയായിരുന്നു. തലവസരത്തിൽ ഒരു പക്ഷിയെയും കൊണ്ട് ഒരാൾ കളി കാണിക്കാൻ കൊട്ടാരത്തിൽ കടന്നു ചെന്നു. ഫിറോൻ കളി കാണിക്കാൻ അനുവാദം കൊടുത്തതനുസരിച്ച് അയാൾ പക്ഷിക്കൂട് തുറന്നു. കൂട്ടിൽ നിന്നും പുറത്തിറങ്ങിയ ഉടൻ തന്നെ പക്ഷി ചിറകടിച്ചു. അപ്പോൾ അതെ, സത്യം തന്നെ എന്ന് കുട്ടിയായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു. ആ അവസരത്തിൽ പക്ഷിയുടെ ഏത് ചോദ്യത്തിനാണ് നീ അതെ എന്ന് മറുപടി പറഞ്ഞത് എന്ന് രാജാവ് മൂസാ നബിയോട് ചോദിക്കുകയാണ്. ഒരെളിയ മനുഷ്യൻ്റെ മകന് സമ്പൽ സമൃദ്ധിയും രാജപദവിയും നൽകിയ സർവലോക രക്ഷിതാവിനെ സ്തുതിക്കുകയാണ് പക്ഷി ആ ചിറകടി മൂലം ചെയ്തതെന്നും അത് ശരിവെക്കുകയാണ് താൻ ചെയ്തതെന്നും ബാലനായ മൂസ അലൈഹിസ്സലാം മറുപടി കൊടുത്തു. ഈ പക്ഷിക്ക് അത് പറയേണ്ടതായ എന്താവശ്യമാണ് നേരിട്ടതെന്ന് ഫിറോൻ വീണ്ടും ചോദിച്ചപ്പോൾ മൂസാ നബി പക്ഷിയോടായി ഇങ്ങനെ പറഞ്ഞു: എല്ലാവർക്കും ഗ്രഹിക്കത്തക്കവണ്ണം സംഗതി നീ തുറന്നു പറയണം. ആ അവസരത്തിൽ പക്ഷി തൻ്റെ പൂർവ്വകാല സ്തുതികളെല്ലാം വെളിപ്പെടുത്തി. അത് തനിക്ക് ഉളവാകുമെന്ന് ഫിറോൻ ഭയപ്പെട്ടു പോയി. ഹാമാൻ പെട്ടെന്ന് കയറി ചെന്നൊരു യുക്തി പ്രയോഗിച്ചു. അയാൾ ഇങ്ങനെ ഒരു അഭിപ്രായം തട്ടിവിട്ടു: ഈ പക്ഷിയിൽ എന്തോ ആഭിചാരം ബാധിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനെ അറുത്തു കളയേണ്ടതാണ്. മന്ത്രിയുടെ സന്ദർഭോചിതമായ അഭിപ്രായം ഫിറോവിനൊരു വലിയ രക്ഷയായി. അയാൾ അപ്പോൾ തന്നെ ആ പക്ഷിയെ അറുത്തു കളഞ്ഞു. എങ്കിലും പക്ഷിയെ അറുത്ത് നിലത്തിട്ടപ്പോൾ അത് പാറി രക്ഷപ്പെടുകയാണ് ചെയ്തത്. അന്താളിച്ച് നിൽക്കാനല്ലാതെ ഫിറോവിന് മറ്റു വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ഈ അസാധാരണ ശക്തി അയാളെ കൂടുതൽ ഭയവിഹ്വലനാക്കി. മൂസാ നബി അലൈഹിസ്സലാമിന് 9 വയസ്സ് പ്രായമായ കാലത്ത് ഒരിക്കൽ ഫിറോൻ പതിവ് പ്രകാരം അദ്ദേഹത്തിനോട് കൂടി സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരെല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഫിറോൻ ആ അവസരത്തിൽ ഗർവിഷ്ഠനായി ചില വാക്കുകൾ പറഞ്ഞതുകൊണ്ട് അത് മൂസാ നബി അലൈഹിസ്സലാമിന് ഇഷ്ടമായില്ല. മൂസ അലൈഹിസ്സലാം അതൃപ്തി പ്രകടിപ്പിക്കാനായി സിംഹാസനത്തിൽ ഊക്കിയിട്ടൊന്ന് ചവിട്ടി. അത് കാരണം സിംഹാസനത്തിൻ്റെ 2 കാലുകൾ മുറിഞ്ഞുപോയി. മൂസാ നബി അലൈഹിസ്സലാം ഫിറോവിനും സിംഹാസനത്തിന് താഴെ മറിഞ്ഞു വീണു. ഫിറോവിൻ്റെ മൂക്ക് നിലത്ത് കുത്തി ചതഞ്ഞ് രക്തം പുറപ്പെട്ടു. മൂസ അലൈഹിസ്സലാം ഓടിപ്പോയി ആസിയ ബീവിയോട് രാജാവിന് മുറിവ് പറ്റിയ വിവരങ്ങളെല്ലാം പറഞ്ഞു. ഫിറോവിനും കൂടെ തന്നെ ആസിയ ബീവിയുടെ അടുക്കലെത്തി. അയാൾ ഭാര്യയോട് ഇങ്ങനെ പരിഭവം പറഞ്ഞു: ഇവൻ മഹാവികൃതിയാണ്. ഇവൻ ചെയ്യുന്ന അക്രമങ്ങൾക്ക് ഇങ്ങനെയൊന്നു താക്കീത് ചെയ്യുന്നത് പോലും നിനക്ക് സമ്മതവുമല്ല. ആ സ്ഥിതിക്ക് എന്തു ചെയ്യാനാണ്? ആസിയ ബീവി അതിന് ഇങ്ങനെ മറുപടി പറഞ്ഞു: കുട്ടികൾ ചെറുപ്പത്തിൽ ചില വികൃതികൾ കാണിക്കാതിരിക്കുകയില്ല. മാതാപിതാക്കന്മാർ അവയൊക്കെ ഗൗരവമുള്ളതായി പരിഗണിക്കാറില്ല. നാട്ടുകാർക്കൊക്കെയും ഉണ്ട് കുട്ടികൾ. എല്ലാവരും കുഞ്ഞുങ്ങളെ വളർത്തി വരുന്നത് ഇതെല്ലാം സഹിച്ചുകൊണ്ടാണ്. ഇവിടെ മാത്രം കുഞ്ഞുങ്ങളുടെ കാര്യം ഒന്ന് വേറെയായി പരിഗണിക്കുന്നത് ശരിയായിരിക്കുമോ? ബീവിയുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ ഫിറോൻ ശാന്തനായി. ഈ സംഭവം കഴിഞ്ഞ് ഫിറോൻ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. പതിവ് പ്രകാരം മൂസാ നബി അലൈഹിസ്സലാമിനെ തൻ്റെ അരികെ തന്നെ പിടിച്ചിരുത്തി വെപ്പുകാരൻ ഒരാട്ടിൻകുട്ടിയെ ഉടലോടെ പാകം ചെയ്തിരുന്നത് നടുവിൽ കൊണ്ടുവന്ന് വെച്ചു. മൂസ അലൈഹിസ്സലാം അതിനോട്: ആട്ടിൻകുട്ടി, അള്ളാഹുവിൻ്റെ ശക്തി കൊണ്ട് നിനക്ക് എഴുന്നേറ്റ് പോകാമെന്ന് പ്രസ്താവിച്ചു. ഉടൻ തന്നെ ഭക്ഷിക്കാവുന്ന നിലയിൽ വെന്ത് പാകപ്പെട്ടിട്ടുണ്ടായിരുന്ന ആ ആട് പുനർജീവിച്ച് എഴുന്നേറ്റ് പോയി. ഫിറോൻ അത്ഭുതത്തോടെ നോക്കി നിന്നു. ആസിയ ബീവി ഉടൻ തന്നെ ഇങ്ങനെയാണ് പറഞ്ഞത്: അങ്ങയുടെ രാജാധികാര നിലനിൽപ്പിന് ഈ കുട്ടിയെ നമുക്ക് കിട്ടിയത് ഒരു വലിയ ഭാഗ്യമാണ്. ബീവി പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിക്കേണ്ടി വന്നതിനാൽ അന്ന് മുതൽക്ക് ഫിറോൻ മൂസാ നബി അലൈഹിസ്സലാമിനെ പൂർവാധികം ബഹുമാനിക്കാൻ നിർബന്ധിതനായി. ഫിറോവിൻ്റെ കൊട്ടാരത്തിൽ 30 വയസ്സുവരെ മൂസാ നബി അലൈഹിസ്സലാം താമസിച്ചുവെന്ന് മുമ്പ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 40 വയസ്സുവരെ താമസിച്ചതായും ഒരഭിപ്രായമുണ്ട്. എന്തായാലും ഫിറോവിൻ്റെ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന ആ കാലങ്ങളിൽ തന്നെ മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ ബുദ്ധി സാമർഥ്യവും അസാധാരണ ശക്തിയും ആളുകളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. പ്രാർത്ഥനയും ആരാധനയും മുറപ്രകാരം അദ്ദേഹം അനുഷ്ഠിച്ചു പോന്നു.
നാട്ടിൽ വിഗ്രഹാരാധന നടമാടിയിരുന്നുവെങ്കിലും അദ്ദേഹം ഏക ഇലാഹായ അള്ളാഹുവിനെയാണ് ആരാധിച്ചു വന്നത്. ഒരിക്കൽ അദ്ദേഹം നൈൽ നദിയുടെ കരയിൽ ഇരുന്നു കൊണ്ട് നിസ്കാരത്തിന് വേണ്ടി ഒതുവെടുത്തുകൊണ്ടിരിക്കുന്നു. ആ വഴിക്ക് പോയിരുന്ന ഏതാനും ആളുകൾ കാണുവാൻ ഇടയായി. അവർ ഫിറോന്റെ ജോലിക്കാരായിരുന്നു. അങ്ങ് ആർക്കു വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് അവരിൽ ഒരാൾ ചോദിച്ചു. തൻ്റെ രക്ഷിതാവിനെ ആരാധിക്കുന്നതിനുള്ള പ്രാരംഭ കൃത്യമാണെന്ന് മൂസാ നബി മറുപടി പറഞ്ഞു. അവൻ അത്ഭുതത്തോടെ ഇങ്ങനെ പ്രസ്താവിച്ചു: അങ്ങയെ രക്ഷിക്കുന്നതിന് ഇനിയൊരു രക്ഷിതാവ് കൂടി ആവശ്യമാണോ? ഫിറോൻ അങ്ങയുടെ പിതാവായ സ്ഥിതിക്ക് അങ്ങേക്ക് ഇനിയൊരു രക്ഷിതാവിൻ്റെ ആവശ്യം തീരെയില്ല. അങ്ങ് ഫിറോനെയാണല്ലോ ആരാധിക്കേണ്ടത്. അവനും ഫിറോനും അള്ളാഹുവിൻ്റെ ശാപമുണ്ടായിരിക്കുമെന്നാണ് മൂസാ നബി അലൈഹിസ്സലാം അതിന് മറുപടി പറഞ്ഞത്. സ്വന്തം പിതാവിനെ പറ്റി അദ്ദേഹം അങ്ങനെ ബഹുമാനരഹിതമായി സംസാരിച്ച വസ്തുത അദ്ദേഹത്തിനെ താൻ അറിയിക്കാതിരിക്കുന്നതല്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് അവസാനം ആ ഭൃത്യന്മാർ മടങ്ങിപ്പോയത്. അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായി ആ മനുഷ്യൻ്റെ ഇരു കാലുകളുടെയും തുടകൾ വരെ ഭൂമിയിൽ പൂണ്ടുപോയി. അവന് പോകാൻ സാധിച്ചില്ല. അപ്പോൾ താൻ ഫിറോവിനോട് അദ്ദേഹത്തെ പറ്റി ഒരു ആക്ഷേപവും പറയുകയില്ലെന്ന് അവൻ സത്യം ചെയ്തു. അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മൂസാ നബി പ്രാർത്ഥിക്കാതിരുന്നാൽ അവൻ രക്ഷപ്പെടില്ല. അവസാനം വർത്തമാനം എങ്ങനെയോ ഫിറോൻ അറിഞ്ഞു. മൂസാ അലൈഹി ഇസ്ലാം പ്രാർത്ഥനയിൽ ഏർപ്പെട്ടപ്പോൾ തനിക്ക് അറിവ് കൊടുക്കണമെന്ന് സ്വന്തം ഭൃത്യന്മാരോട് അവൻ കൽപ്പിച്ചു. അതനുസരിച്ച് അന്തഃപുര കാവൽക്കാരിൽ ഒരാൾ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ദിനചര്യകളെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ അദ്ദേഹം നിസ്കാരത്തിൽ ഏർപ്പെടുകയും കാവൽക്കാരൻ രാജാവിന് വിവരം കൊടുക്കുകയും ചെയ്തു. ഫിറോൻ പോയി നമസ്കാര ചടങ്ങുകളെല്ലാം നോക്കി കണ്ടു. അങ്ങനെ മൂസാ നബി നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ഫിറോൻ ചോദിച്ചു: നീ ആരെയാണ് ഇങ്ങനെ വണങ്ങുന്നത്? മൂസാ അലൈഹി ഇസ്ലാം പറഞ്ഞു: എനിക്ക് ഭക്ഷണവും വസ്ത്രവും നൽകി എന്നെ രക്ഷിക്കുന്ന എൻ്റെ രക്ഷിതാവിനെ. ഫിറോൻ ചോദിച്ചു, വളരെ സന്തോഷിച്ചുകൊണ്ട്: നീ പറയുന്നത് ശരിയാണ്. അത്തരം കൃത്യങ്ങളെല്ലാം ഞാൻ നിനക്ക് നിർവഹിച്ചു തരുന്ന സ്ഥിതിക്ക് നീ എന്നെ ആരാധിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. ഇതെല്ലാം തനി കഥകളാണ് ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതൊന്നും ഖുർആനിലൊന്നും പറഞ്ഞൊന്നുമല്ല. ഇത് ബനി ഇസ്രായേലി കഥകളിൽ വരുന്ന വിവരണങ്ങളാണ്. ഹസ്രത്ത് മൂസാ നബി അലൈഹി ഇസ്ലാം ഇസ്രായേൽക്കാരായ സ്വന്തം വർഗത്തിലെ വൃദ്ധന്മാരുമായി കൂടുതൽ സമ്പർക്കം പുലർത്തി വന്നിട്ടുണ്ടായിരുന്നു. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ പെരുമാറ്റം കിബിത്തികൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഒരു ദിവസം മൂസാ നബി സ്വന്തം വർഗത്തിലെ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി അവരുമായി താഴെ പറയുന്ന പ്രകാരം ഒരു സംഭാഷണം നടത്തി. മൂസാ അലൈഹി ഇസ്ലാം പറഞ്ഞു: നിങ്ങൾ ഏത് കാലം മുതൽക്കാണ് ഫിറോവിൻ്റെ ദ്രോഹത്തിന് വിധേയമായത്? ഇസ്രായേൽക്കാർ പറഞ്ഞു: ഞങ്ങൾ വളരെ കാലമായി മർദ്ദനങ്ങൾക്ക് വിധേയരായി പോയിരിക്കുന്നു. അപ്പോൾ മൂസാ അലൈഹി ഇസ്ലാം പറഞ്ഞു: നിങ്ങൾ ചെയ്ത പാപഫലമായിരിക്കാം നിങ്ങൾ മർദ്ദിക്കപ്പെടുന്നത്. അതുകൊണ്ട് നിങ്ങൾ സത്യം ചെയ്യണം. മർദ്ദനത്തിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് മോചനം നൽകിയാൽ ആ ശപഥം നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ്. ഇസ്രായേൽക്കാർ പറഞ്ഞു: ഞങ്ങൾ നമസ്കാരം, നോമ്പ്, അഗതി സംരക്ഷണം തുടങ്ങിയ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. മൂസാ അലൈഹി ഇസ്ലാം പറഞ്ഞു: ഈ സൽക്കർമ്മങ്ങളെല്ലാം അടങ്ങുന്ന ഒരു സ്ഥിര നിശ്ചയം നിങ്ങൾ അനുഷ്ഠിക്കണം. എന്നുവെച്ചാൽ സർവ്വലോക രക്ഷിതാവിനെ അനുസരിക്കാനും പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനും നിങ്ങൾ പ്രതിജ്ഞ ചെയ്യണം. ഇസ്രായേൽക്കാർ പറഞ്ഞു: ഞങ്ങൾ മനസ്സാ കർമ്മണ അങ്ങയുടെ ഉപദേശങ്ങൾ അനുസരിക്കാൻ സന്നദ്ധരാണ്. മൂസാ അലൈഹി ഇസ്ലാം പറഞ്ഞു: മുമ്പ് അള്ളാഹു ഒരു പ്രവാചകനെ വിഗ്രഹാരാധകന്മാരുടെ നേരെ അയച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ അവർ ആദരിച്ചില്ല എന്ന് മാത്രമല്ല, അവർ അദ്ദേഹത്തിന് അഗ്നിയിൽ വലിച്ചിടുകയും ചെയ്തു. എങ്കിലും അള്ളാഹുവിൻ്റെ കാരുണ്യ നിമിത്തം അഗ്നി അദ്ദേഹത്തെ ദഹിപ്പിച്ചില്ല. ഇസ്രായേൽക്കാർ ചോദിച്ചു: ആ പ്രവാചകൻ ആരായിരുന്നു? അപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞു: എൻ്റെയും നിങ്ങളുടെയും പൂർവ്വപിതാവായിരുന്ന ഇബ്രാഹിം നബിയാണ്. ആ പിതാമഹനായ ഇബ്രാഹിമിൻ്റെ മാർഗമാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. ഫിറോവിൻ്റെ മർദ്ദനത്തെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും. ഇങ്ങനെ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. ഒരു ദിവസം ഹസ്രത്ത് മൂസാ അലൈഹി ഇസ്ലാം മിസ്രിൽ ഈജിപ്തിൽ ചുറ്റി നടക്കുകയാണ്. സമയം നട്ടുച്ചയായിരുന്നു. കൈലൂല എന്ന് പറയപ്പെടുന്ന ഉച്ചയുറക്കിൻ്റെ സമയമായിരുന്നു എന്നാണ് കഥകളിൽ പറയുന്നത്, കൈലൂലത്തിൻ്റെ സമയം. അപ്പോൾ രണ്ടാളുകൾ തമ്മിൽ അടിപിടി കൂടുകയാണ്. അവരിൽ ഒരാൾ ഒരു കിബിത്തിയും മറ്റവൻ ഇസ്രായേൽക്കാരനുമായിരുന്നു. കിബിത്തി ഫിറോൻ രാജാവിൻ്റെ വെപ്പുകാരനായിരുന്നു. ഇസ്രായേൽക്കാരന് സാമിരി എന്ന് പേരായിരുന്നു. സാമിരി കൊണ്ടുപോയിരുന്ന വിറകിൻ കെട്ട് നിർബന്ധപൂർവം പിടിച്ചു വാങ്ങാൻ കിബിത്തി ശ്രമിച്ചതായിരുന്നു വഴക്കിന് കാരണം.
മൂസാ നബിയെ കണ്ടപ്പോൾ സാമിരി തൻ്റെ പക്കൽ നിന്ന് ആ കിബിത്തി വിറക് പിടിച്ചു പറിക്കുന്നുവെന്ന് വിളിച്ച് അലറിക്കരഞ്ഞു. വിറക് വിട്ടുകൊടുക്കാൻ മൂസാ നബി കിബിത്തിയോട് പറഞ്ഞു. വിറക് അദ്ദേഹത്തിൻ്റെ പിതാവായ ഫിറോവിൻ്റെ വെപ്പ് മുറിയിലേക്ക് വേണ്ടിയാണ് താൻ പിടിച്ചെടുത്തതെന്ന് കിബിത്തി പറഞ്ഞു. ഉദ്ദേശം എന്തായാലും പിടിച്ചു പറി ശരിയല്ലെന്നും അത് വിട്ടുകൊടുക്കണമെന്നും അദ്ദേഹം പിന്നെയും നിർബന്ധിച്ചുവെങ്കിലും കിബിത്തി അനുസരിച്ചില്ല. അപ്പോൾ മൂസാ നബി അവൻ്റെ നെഞ്ചത്തൊരു കുത്തു കൊടുത്തു. കുത്തുകൊണ്ടതോടുകൂടി കിബിത്തി വീണു മരിച്ചു. ഈ സംഭവത്തെയാണ് ഖുർആനിൽ അള്ളാഹു ഇപ്രകാരം വിശദമാക്കുന്നത്. പട്ടണവാസികൾ അശ്രദ്ധരായിരുന്ന ഒരവസരത്തിൽ അദ്ദേഹം പട്ടണത്തിൽ പ്രവേശിച്ചു. അപ്പോൾ രണ്ടാളുകൾ തമ്മിൽ ശണ്ട കൂടിയിരുന്നത് അദ്ദേഹം കണ്ടു. ഇയാൾ അദ്ദേഹത്തിൻ്റെ സംഘത്തിൽപ്പെട്ടവനും മറ്റേയാൾ അദ്ദേഹത്തിൻ്റെ ശത്രുക്കളിൽപ്പെട്ടവനുമായിരുന്നു. അപ്പോൾ തൻ്റെ ശത്രുവായവൻ്റെ എതിരിൽ തൻ്റെ സംഘത്തിൽപ്പെട്ടയാൾ അദ്ദേഹത്തിനോട് സഹായം അഭ്യർത്ഥിച്ചു. അപ്പോൾ മൂസ അദ്ദേഹത്തിനെ കുത്തി, തൽഫലമായി അവൻ മരിച്ചുപോയി എന്നാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. കിബിത്തിയെ സഹായിക്കാൻ തൽക്കാലം അവിടെ ആരും ഉണ്ടായിരുന്നില്ല എങ്കിലും കിബിത്തികൾ വർത്തമാനം അറിഞ്ഞാൽ പ്രതികാരത്തിന് തയ്യാറാകുമെന്ന് കണ്ടതിനാൽ സാമരിയെ അദ്ദേഹം അവിടെ നിന്ന് ഓടിച്ചു കളഞ്ഞു. നീ വേഗം പോയി രക്ഷപ്പെടാതിരുന്നാൽ കിബിത്തികൾ നിന്നെ പിടിച്ചു കൊണ്ടുപോകുമെന്ന് സാമരിയോട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിചാരിതമായി തൻ്റെ പക്കൽ നിന്ന് അബദ്ധം വന്നു പോയതിൽ മൂസാ നബി അലൈഹി ഇസ്ലാമിന് അതിയായ ദുഃഖമുണ്ടായി. അദ്ദേഹം അള്ളാഹുവിനോട് പൊറുക്കലിനെ അപേക്ഷിക്കുകയും അള്ളാഹു പൊറുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ക്ഷമാപണത്തെ ഖുർആൻ ഇങ്ങനെ ഉദ്ധരിക്കുന്നു: എൻ്റെ രക്ഷിതാവേ, ഞാൻ എന്നോട് തന്നെ ചെയ്തു പോയൊരു അക്രമമാണിത്. അതുകൊണ്ട് നീ എനിക്ക് പൊറുത്തു തരണം. അപ്പോൾ കാരുണ്യവാനായ അള്ളാഹു അദ്ദേഹത്തിന് പൊറുത്തു കൊടുത്തു. അവൻ തീർച്ചയായും പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഇതിൽ പിന്നെ കിബിത്തികൾ സ്ഥലത്ത് ചെന്നപ്പോൾ തങ്ങളുടെ നായകൻ മരിച്ചു കിടക്കുന്നത് കണ്ടതിനാൽ വർത്തമാനം അവർ രാജാവിനെ അറിയിച്ചു. കൊലയാളിയെ പിടിച്ചുകൊണ്ട് ചെല്ലാൻ ഫിറോൻ കൽപ്പിച്ചതനുസരിച്ച് അവർ അന്വേഷണം നടത്തി നോക്കിയെങ്കിലും കൊലപാതകി ആരാണെന്ന് അവർക്ക് അറിയാൻ കഴിഞ്ഞില്ല. അവസാനം മരിച്ച കിബിത്തിയുടെ ശവം അവർ കൊണ്ടുപോയി മറവ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ മൂസാ നബി വീണ്ടും പട്ടണത്തിൽ ചുറ്റി നടന്നു. അപ്പോൾ അതേ സാമിരിയെ ഒരു കിബിത്തി അടിക്കുന്നുണ്ടായിരുന്നു. ആ സംഭവത്തെയാണ് ഈ ആയത്ത് വിവരിക്കുന്നത്. രാവിലെ അദ്ദേഹം ഭയവിഹ്വലനായി പട്ടണത്തിൽ അന്വേഷിച്ച് നടന്നു. നീയൊരു തെളിഞ്ഞ കേടി തന്നെയാണ് എന്ന് മൂസാ നബി പ്രസ്താവിച്ചു. ഇങ്ങനെ തങ്ങൾ ഇരുവരുടെയും ശത്രുവായ ആ മനുഷ്യനെ അദ്ദേഹം പിടിക്കാൻ ഉദ്ദേശിച്ചു. ഇന്നലെ ഒരാളെ കൊന്നതുപോലെ നീ എന്നെ വധിക്കാൻ ഒരുങ്ങുന്നുവോ? ഭൂമിയിൽ ഒരു പരാക്രമശാലി ആയിരിക്കുവാനല്ലാതെ നീ ഉദ്ദേശിക്കുന്നില്ല. സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടാൻ നീ വിചാരിക്കുന്നില്ല എന്ന് അവൻ പറഞ്ഞു. കിബിത്തിയുടെ വാക്കിൽ നിന്ന് തലേ ദിവസത്തെ കൊലപാതകം നടത്തിയത് മൂസാ നബി ആയിരുന്നു എന്ന് മനസ്സിലാക്കിയ മറ്റൊരു കിബിത്തി ഫിറോവിൻ്റെ അടുക്കൽ ഓടിപ്പോയി വർത്തമാനം പറഞ്ഞു. മൂസാ നബി അലൈഹി ഇസ്ലാമും കൊട്ടാരത്തിലേക്ക് തന്നെ പോയി. എങ്കിലും ഫിറോൻ എന്തു ചെയ്യുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു. അദ്ദേഹം ആദ്യമായി വർത്തമാനമെല്ലാം സ്വന്തം മാതാവിനെ അറിയിച്ചു. ഫിറോൻ അദ്ദേഹത്തെ വധിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന്, അതുകൊണ്ട് ആ പട്ടണത്തിൽ നിന്ന് വിട്ടുപോവുകയാണ് വേണ്ടതെന്നും താൻ അദ്ദേഹത്തിൻ്റെ ഗുണകാംക്ഷിയായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറയുന്നതെന്നും ഒരാൾ നബിയോട് പ്രസ്താവിച്ചു. ആ മനുഷ്യൻ ഫിറോവിൻ്റെ പിതൃപുത്രൻ എന്ന നിലയിൽ അയാളുടെ സഹോദരനായിരുന്നുവെങ്കിലും അയാൾ ഏകദൈവമായ അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളായിരുന്നു. അഥവാ ഫിറോവിനെ ദൈവമായി ആരാധിച്ചിരുന്നില്ല എന്ന് ചുരുക്കം. അതുകൊണ്ടാണ് അദ്ദേഹം മൂസാ നബി അലൈഹി ഇസ്ലാമിന് കാലെ കൂട്ടി വർത്തമാനം കൊടുത്തിരുന്നത്. അതനുസരിച്ച് മൂസാ നബി അലൈഹി ഇസ്ലാം മിസ്രിൽ നിന്ന് വിട്ടുപോവാൻ നിർബന്ധിതനായി. ഖുർആൻ ഇങ്ങനെ പറയുന്നു: പട്ടണത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ഒരാൾ ഓടി വന്ന് പറഞ്ഞു, ഹേ മൂസ, ആളുകൾ നിങ്ങളെ കൊല്ലാൻ ആലോചിച്ചു വരികയാണ്. അതുകൊണ്ട് പുറത്തു പോകണം. തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ ഗുണകാംക്ഷിയാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഫിറോവിൻ്റെയും ജീവചരിത്രങ്ങളെക്കുറിച്ച് ബാക്കിയുള്ള വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ പറയുന്നത് വരെ എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ. ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.